ഹായ് ഹലോ നമസ്കാരം. നമ്മളെന്നൊരു വർക്കിൻ്റെ വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയത്. ഇതാണ് എറ്റിച്ചിന്റെ ഫിറ്റിംഗ്സ് യൂസ് ചെയ്തിട്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള സ്ലൈഡിംഗ് ഫോൾഡിംഗ് ഡോർ. ഇതെങ്ങനെ ചെയ്യും എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് വീഡിയോസ് സെർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ നമുക്ക് എവിടെയും വീഡിയോ അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നില്ല. സോ ഈ ഒരു സ്ലൈഡിംഗ് ഫോൾഡിംഗ് ഡോറിൻ്റെ കംപ്ലീറ്റ് സെറ്റിംഗ് നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. നമ്മളിവിടെ എറ്റിച്ചിൽ തന്നെ ഗ്രാൻഡ് 2 എന്ന് പറയുന്ന മോഡലാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. കുറുക്കൻ്റെ കയ്യിൽ ആമേനെ കിട്ടിയ പോലെയൊന്നും ഇതിലായിട്ട് ഞങ്ങളുടെ അവസ്ഥ. ഓരോ പാക്കറ്റ് പൊട്ടിച്ചിട്ട് ഇതെന്താണ് സാധനം എന്ന് നമ്മൾ ഓരോന്ന് 1 by 1 ആയിട്ട് നമ്മൾ ചെക്ക് ചെയ്തു. ഇനിയിപ്പോൾ എന്തൊക്കെ ആയിക്കോട്ടെ ഏതൊക്കെ ആയിക്കോട്ടെ, പക്ഷേ നമ്മുടെ കയ്യിൽ നമുക്കൊരു വർക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് 100% പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു കോൺഫിഡൻസ് ഞങ്ങളുടെ ഉള്ളിലുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളിത് വളരെ ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഇതാണ് ഈ മോഡലിൽ കൂടെ വന്നിട്ടുള്ള ഇഞ്ചസ്. നല്ല വെയിറ്റ് ഉണ്ട്, നല്ല ക്വാളിറ്റി ഉണ്ട്. നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള ഡോറിന്റെ തിക്നെസ് കുറവായത് കാരണം നമ്മൾ ഈ കാണുന്ന ഇഞ്ചസ് എന്ത് ചെയ്തിട്ടുണ്ട്, ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അത് വീഡിയോയിൽ നിങ്ങളെ ഞാൻ കാണിക്കാം. അങ്ങനെ നമ്മൾ 1 by 1 ആയിട്ട് ഓരോ ബോക്സ് നമ്മൾ അഴിച്ചിട്ട് ഇത് എങ്ങനെയൊക്കെയാണ് ഇതിന്റെ ഫിറ്റിംഗ്സ് എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ആശാൻ കുറെ നേരമായിട്ട് ഈ നെട്ട് ഇത് എവിടെ ഇട്ടെന്നുള്ള കൺഫ്യൂഷനിൽ നിൽക്കുകയാണ്. അങ്ങനെ എന്തായാലും കുറെയൊക്കെ തിരിച്ചു മറച്ചിട്ട് നോക്കിയിട്ട് നടക്കൂലെന്ന് കണ്ടപ്പോ പിന്നെ വഴിയില്ല. ഇതാണ് ഇതിന്റെ ടോപ്പിൽ കാണുന്ന പിവറ്റ്. ഇതിന് മൂവ്മെന്റ് ഇല്ലാത്ത ഡോറിനാണ് നമ്മൾ എന്ത് ചെയ്യുക, ഈ പിവറ്റ് സെറ്റ് ചെയ്യുക. ആദ്യം തന്നെ നമ്മൾ ഈ ഫോൾ സീലിംഗിലേക്ക് നമ്മുടെ ചാനൽ വെക്കേണ്ട പീസ് അത് നമ്മൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളിതിൻ്റെ ഫോൾ സീലിംഗിലേക്കാണ് ഈ ഒരു പീസ് സെറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിലും നമ്മൾ സീലിംഗ് നല്ല ഉറപ്പായിട്ട് തന്നെയാണ് ഇവിടെ ഫിറ്റ് ആക്കിയിട്ടുള്ളത്. അതുകൊണ്ട് ഡോറിന് പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും വരില്ല. ഈ കാണുന്നതാണ് ഈ ഡോറിന് നമ്മൾ സെറ്റ് ചെയ്യുന്ന ഹാങ്ങിങ് വീൽ. ഈ വീൽ ഡോറിൻ്റെ ടോപ്പ് സൈഡിലാണ് വരിക. അത് ഇപ്പം നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ചാനലിലൂടെ ഇങ്ങനെയായിരിക്കും മൂവ് ചെയ്യുക. അങ്ങനെ നമ്മൾ ചാനൽ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള പീസിനെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചാനൽ ഇടുന്നതിന് മുന്നേ തന്നെ നമ്മൾ ഈ കാണുന്ന പിവറ്റ് ആയിക്കോട്ടെ ബാക്കിയുള്ള വീൽസ് ആയിക്കോട്ടെ കംപ്ലീറ്റ് നമ്മൾ ആദ്യം ചാനലിൽ ഇട്ടതിന് ശേഷമാണ് നമ്മൾ ചാനൽ എന്ത് ചെയ്തിട്ടുള്ളത്, അതിനെ സ്ക്രൂ ചെയ്ത് പിടിപ്പിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ടോപ്പ് പോർഷനിൽ വരുന്ന പിവറ്റാണ് ഇപ്പോൾ നിങ്ങൾ ലാസ്റ്റ് കണ്ടത്. ഇതതിൻ്റെ ബാക്കിയുള്ള വീൽസ്. ഇനി നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ബോട്ടം ചാനൽ വെക്കുക. ബോട്ടം ചാനൽ വെക്കുന്നതിൻ്റെ കൂടെ തന്നെ റൈറ്റ് സൈഡിലാണ് എന്ത് വരുന്നത്, നമ്മുടെ മൂവിങ് അല്ലാത്ത ഡോർ വരുന്നത്. സോ അതിൻ്റെ ഫിറ്റിങ്സും കൂടി നമ്മൾ റൈറ്റ് സൈഡിൽ വെക്കണം. ഞങ്ങൾ വോളിൽ നിന്ന് 2 ഇഞ്ച് ആണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഇതിൻ്റെ അളവെടുത്തിട്ടുള്ളത്. അങ്ങനെ നമ്മൾ ഫസ്റ്റത്തെ ഡോറ് സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇതിൻ്റെ ഇഞ്ചസ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ഗ്രൂവ് ഇതിലടിക്കേണ്ട ആവശ്യമുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമ്മൾ മാറ്റിയിട്ടുള്ള ഇഞ്ചസാണ് ഈ കാണുന്നത്. അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു, രണ്ടാമത്തെ ഡോറും കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ. അങ്ങനെ നമ്മൾ 1 by 1 ആയിട്ട് ഓരോ ഡോറും എന്ത് ചെയ്തു, ഗ്രൂവ് ചെയ്ത് ഇഞ്ചസ് വെച്ച് അതിൻ്റെ ടോപ്പ് വീലും ബോട്ടത്തിലുള്ള ഗൈഡും വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഓരോ ഡോറും നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിൻ്റെ ലൂസും കാര്യങ്ങളും എല്ലാതും പറഞ്ഞിരിക്കുന്ന മെഷർമെൻറ്റിൽ അതൊക്കെ നമുക്ക് അവർ തന്നിട്ടുള്ള അതിൻ്റെ മാനുവലിൽ പറഞ്ഞിട്ടുണ്ട്. എത്രയാണ് നിങ്ങളതിന് ഗ്യാപ്പും കാര്യങ്ങളും കാണണ്ടേ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മാനുവലിൽ പറഞ്ഞിട്ടുണ്ട്. അതനുസരിച്ച് തന്നെ നമ്മൾ ഡോറിന്റെ ഗ്യാപ്പ്, ഓരോ ഡോറും വരുന്ന ഗ്യാപ്പും കാര്യങ്ങളും കംപ്ലീറ്റ് നമ്മൾ സെറ്റ് ചെയ്തു. 4 ഡോറും നമ്മൾ എന്ത് ചെയ്തു, ഹാങ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പൊ നിങ്ങൾ ഈ കാണുന്നത് ഇതിന്റെ മൂവ്മെന്റ് ആണ്. ഇതെങ്ങനെയാണ് ഇതിന്റെ വർക്കിംഗ് വരിക. നമ്മൾ സാധാരണ ഇതിന്റെ മുകളിൽ മൈക്കാണ് ഒട്ടിക്കല്, പക്ഷെ ഞങ്ങളിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് ഫെൽറ്റ് എന്ന് പറഞ്ഞുള്ള മെറ്റീരിയലാണ്. ഫെൽറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സൗണ്ട് ബോക്സും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അതിന്റെ ഔട്ടർ കവർ ചെയ്യാൻ വേണ്ടി എടുക്കുന്ന മെറ്റീരിയലാണ് ഈ ഫെൽറ്റ്. അത് ഞങ്ങളിവിടെ എന്തുകൊണ്ട് യൂസ് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതവരുടെ മീറ്റിംഗ് റൂമാണ്. സോ അവർക്ക് മീറ്റിങ്ങും കാര്യങ്ങളും നടക്കുമ്പോൾ എക്കോ കുറയണം എന്നുള്ള ഒരു ഉദ്ദേശം കൊണ്ടാണ് നമ്മൾ ഫെൽറ്റ് യൂസ് ചെയ്തത്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഫൈനൽ ഔട്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക. എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് പറയാനുണ്ടെന്നുണ്ടെങ്കിൽ കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്താം. താങ്ക് യു.